ചെമ്പ്ര പീക്ക്. വൈത്തിരി ടൗണിൽ നിന്ന് യാത്ര തുടർന്നാൽ നമ്മൾ എത്തിച്ചേരുന്നത് ചുണ്ടേൽ എന്ന മറ്റൊരു ചെറുപട്ടണത്തിലേക്കാണ്. അവിടെ നിന്ന് കിഴക്കോട്ട് ഊട്ടി റോഡിലൂടെ സഞ്ചരിച്ചാൽ മേപ്പാടി എന്ന മറ്റൊരു കൊച്ചു പട്ടണത്തിൽ എത്തിച്ചേരുന്നു. മേപ്പാടിയിൽ നിന്ന് വളരെ അടുത്താണ് ചെമ്പ്ര പീക്ക് എന്ന പർവ്വത ശിഖരം. വയനാട്ടിൽ ഏറ്റവും ഉയരം കൂടിയ പർവ്വത ശിഖരമാണ് ചെമ്പ്ര പർവ്വത ശിഖരം. സമുദ്രനിരപ്പിൽ നിന്ന് ഏകദേശം 2100 മീറ്ററോളം ഉയരം വരും. ഏറെക്കുറെ ഒരു പൂർണ്ണ ദിവസം വേണ്ടിവരും ഇതിന്റെ ഉച്ചിയിൽ കയറിയിറങ്ങാൻ. ഇതിന്റെ ഉച്ചിയിലെ താൽക്കാലിക ഷെഡുകളിൽ യാത്രക്കാർക്ക് 1-2 ദിവസം തങ്ങാവുന്നതാണ്. അതിനുള്ള എല്ലാ സൗകര്യങ്ങളും വയനാട് ടൂറിസം പ്രൊമോഷൻ കൗൺസിൽ ഒരുക്കി തരുന്നുണ്ട്. ചെമ്പ്ര പർവ്വത ശിഖരത്തിന്റെ ഉച്ചിയിൽ നിന്ന് വയനാട് മുഴുവനായി നമുക്ക് കാണാവുന്നതാണ്. അങ്ങകലെ വെള്ളയുടുപ്പെടുത്ത് നൃത്തം ചവിട്ടുന്ന നീരുറവകളും കൊടുംകാടിൻ മധ്യത്തിൽ ആരോ നീല നിറത്തിലുള്ള പരവതാനി വിരിച്ചതുപോലെ തോന്നിക്കുന്ന തടാകങ്ങളും നമുക്ക് കണ്ടാസ്വദിക്കാം. സൂക്ഷിച്ചു നോക്കിയാൽ കാടിനകത്തേക്ക് ഓടി ഒളിക്കുന്ന കാട്ടുമൃഗങ്ങളെയും നമുക്ക് കാണാം.
ഇടയ്ക്കൽ ഗുഹകൾ സുൽത്താൻ ബത്തേരിയിൽ നിന്ന് 13 കിലോമീറ്റർ അകലെ, അതായത് അമ്പലവയലിൽ നിന്ന് 3 കിലോമീറ്റർ അകലെയാണ് ഇടയ്ക്കൽ ഗുഹകൾ സ്ഥിതി ചെയ്യുന്നത്. ഇടയിലെ കല്ല് എന്ന പ്രയോഗം ലോപിച്ചാണ് ഇടക്കല്ലായി തീർന്നത്. കല്ലുകൾക്കിടയിൽ 96 അടി നീളവും 22 അടി വീതിയും 30 അടി ആഴവുമുള്ള ഒരു വിടവാണ് യഥാർത്ഥത്തിൽ ഇടയ്ക്കൽ ഗുഹകൾ. കല്ലുകളുടെ പിളർപ്പ് തീർത്ത ഭിത്തിയിൽ ചരിത്രാതീത കാലത്തെ കൊത്തുപണികൾ കാണാം. BC 50-ാം നൂറ്റാണ്ട് മുതൽ വിവിധ സമൂഹങ്ങൾ ഈ ഗുഹ ഉപയോഗിച്ചിരുന്നതായി കരുതപ്പെടുന്നു. അമ്പുകുത്തിമലയിലാണ് ഈ ഗുഹ നിലകൊള്ളുന്നത്. കാപ്പിത്തോട്ടങ്ങൾക്കിടയിലൂടെ ഏകദേശം 3/4 മണിക്കൂറോളം നടന്നാൽ നമുക്ക് ഈ ഗുഹയിൽ എത്തിച്ചേരാം. ചുറ്റുമുള്ള അനുഗ്രഹീത കാഴ്ചകൾ കണ്ടാസ്വദിക്കാൻ ഗുഹയുടെ പരിസരത്ത് ഒരു ടെലിസ്കോപ്പ് ഒരുക്കിയിട്ടുണ്ട്. പ്രകൃതിയുടെ അന്ധാളിപ്പിക്കുകയും ചിന്തിപ്പിക്കുകയും ചെയ്യുന്ന കാഴ്ചകൾ ഒരുപാട്. അതിൽ ചിലതിൽ മനുഷ്യർ ചില കൈകടത്തലുകൾ നടത്തിയിരിക്കുന്നു. ചിലത് തനത് രൂപത്തിൽ തന്നെ തുടരുന്നു. ചിന്തിക്കുന്നവർക്ക് ചിന്തിക്കാൻ പ്രകൃതിയൊരുക്കിയ ദൃഷ്ടാന്തങ്ങൾ. ആസ്വദിക്കുന്നവർക്ക് മനം കുളിർക്കെ ആസ്വദിക്കാൻ പ്രകൃതിയൊരുക്കിയ കൗതുകങ്ങൾ, അതും നമ്മുടെ സ്വന്തം മുറ്റത്ത്. എന്നിട്ടും നമ്മൾ ചെല്ലുന്നത് സ്വദേശത്തും വിദേശത്തുമുള്ള കൃത്രിമ ഉല്ലാസ കേന്ദ്രങ്ങളിലേക്ക് ഒരു പൊങ്ങച്ചത്തിന് വേണ്ടി മാത്രം. പക്ഷേ സഞ്ചാരികളായ വിദേശികൾ കൂട്ടത്തോടെ നമ്മുടെ മുറ്റത്ത് വന്നിറങ്ങുമ്പോഴാണ് നമ്മുടെ മുറ്റം അഥവാ നമ്മുടെ സ്വന്തം വയനാട് പ്രകൃതിയുടെ കൗതുക ഖനിയാണെന്ന് നമുക്ക് ബോധ്യമാകുന്നത്. അക്കാര്യം ബോധ്യമാകാത്ത ചിലരും നമുക്കിടയിലുണ്ട്. ഇടയ്ക്കൽ ഗുഹയിലേക്കുള്ള സഞ്ചാരപാത അത്ര എളുപ്പമല്ല. ഏറെ ദുർഘടം നിറഞ്ഞ ഈ പാതയിലൂടെയുള്ള യാത്ര രോഗികൾക്ക്, വിശേഷിച്ച് ഹൃദ്രോഗികൾക്ക് അത്ര അനായാസമായിരിക്കില്ല. താഴെ നിന്ന് മുകളിലെത്താൻ ഏകദേശം 1 മണിക്കൂർ സമയമെടുക്കും. കേരളത്തിലെ വയനാട് ജില്ലയിലെ സുൽത്താൻ ബത്തേരിക്കടുത്തുള്ള പശ്ചിമഘട്ടത്തിന്റെ ഭാഗമായ അമ്പുകുത്തിമലയിലെ 2 പ്രകൃതിജന്യമായ ഗുഹകളാണ് ഇടയ്ക്കൽ ഗുഹകൾ. ചെറുശിലായുഗ സംസ്കാര കാലഘട്ടത്തിലെന്ന് കരുതുന്ന ശിലാലിഖിതങ്ങൾ ഈ ഗുഹയിൽ കാണപ്പെടുന്നു. കേരളത്തിൽ ലഭിച്ചിട്ടുള്ള ഏറ്റവും പഴക്കം ചെന്ന ലിഖിതങ്ങൾ ഇവയാണ്. സമുദ്രനിരപ്പിൽ നിന്നും ഏതാണ്ട് 4000 അടി ഉയരത്തിലുള്ള അമ്പുകുത്തി മലയുടെ മുകളിൽ ഒരു വലിയ പാറയിൽ രൂപപ്പെട്ട ഒരു വിള്ളലിൽ മുകളിൽ നിന്ന് വീണുറച്ച കൂറ്റൻ പാറയാണ് മനുഷ്യനിർമ്മിതമല്ലാത്ത ഈ ഗുഹയെ സൃഷ്ടിക്കുന്നത്. കേരളത്തിലെ ഏറ്റവും പുരാതനമായ ഒരു രാജവംശത്തെപ്പറ്റി സൂചന നൽകുന്ന ശിലാലിഖിതങ്ങൾ ലോക കൊത്തുചിത്രകലയുടെ ആദിമ മാതൃകകളെ അനുസ്മരിപ്പിക്കുന്ന തരത്തിലുള്ളവയാണ്. പ്രാചീനമായ ചിത്രങ്ങളും പിൽക്കാലത്ത് രേഖപ്പെടുത്തപ്പെട്ട ലിപികളും കാണാം. ഇടക്കൽ എന്നും ഭാഷാന്തരമുണ്ട്.
പാറകൾക്കിടയിലെ അഥവാ പാറയുടെ നടുവിൽ ഉണ്ടായ വിള്ളലിലേക്ക് ഇടയിലേക്ക് മുകളിൽ നിന്ന് വീണ് കിടക്കുന്ന ഒരു വലിയ കല്ലാണ് പേരിനാധാരം. 98 അടി നീളവും 22 അടി വീതിയുമുള്ള ഈ വിള്ളലാണ് ഗുഹയെ രൂപപ്പെടുത്തുന്നത്. ഇതിന് 30 അടിയോളം ഉയരവുമുണ്ട്. ചരിത്രം: 1894 മലബാറിലെ ജില്ലാ പോലീസ് സൂപ്രണ്ടായിരുന്ന എഫ് ഫോസറാണ് ദക്ഷിണേന്ത്യൻ ചരിത്രരചനയിൽ വഴിത്തിരിവുണ്ടാക്കിയ എടക്കൽ ഗുഹകളെ ലോകശ്രദ്ധയിലേക്ക് കൊണ്ടുവന്നത്. ആദിവാസികളായ മുള്ളുക്കുറുമരുടെയും പണിയരുടെയും സഹായത്തോടെ കാടുവെട്ടി വഴിയുണ്ടാക്കിയാണ് അദ്ദേഹം ഇവിടേക്കെത്തിയത്. ഫോസർ അക്കാലത്ത് നിരവധി തവണ ഗുഹകളെപ്പറ്റി പഠനം നടത്തുകയുണ്ടായി. അദ്ദേഹത്തിന് ശേഷം RC ടെമ്പിൾ, ബ്രൂസ് ഫോർട്ട്, ഡോക്ടർ ഷൂൾസ്, കോളിൻ മെക്കൻസി എന്നിവർ എടക്കലിനെക്കുറിച്ചും സമീപത്തുള്ള പുരാതന സംസ്കൃതിയെപ്പറ്റിയും പഠനങ്ങൾ നടത്തി. എടക്കൽ ഗുഹാചിത്രങ്ങൾ പ്രാചീന ശിലായുഗത്തിന്റെ അന്ത്യത്തിലുള്ള ചെറുശിലായുഗത്തിലാണുണ്ടായത്. ദക്ഷിണേന്ത്യയിൽ ഇത് ക്രിസ്തുവിന് മുൻപ് 10,000 മുതൽ 4,000 വരെയാണ്. കർലാട് തടാകം. വടുവഞ്ചാലിൽ നിന്ന് തിരിച്ച് ചുണ്ടയിലെത്തി. ചുണ്ടയിലിൽ നിന്ന് യാത്ര തുടർന്നാൽ ഏതാനും കിലോമീറ്ററുകൾ പൂർത്തിയാകുമ്പോഴേക്ക് നമ്മൾ വയനാട് ജില്ലാ കേന്ദ്രമായ കൽപ്പറ്റയിൽ എത്തിച്ചേരുന്നു. കൽപ്പറ്റയിൽ നിന്ന് 16 കിലോമീറ്റർ അകലെ വടക്ക് പടിഞ്ഞാറ് ദിശയിലാണ് കർലാട് തടാകം സ്ഥിതി ചെയ്യുന്നത്. സംസ്ഥാനത്തെ ഏറ്റവും വലിയ 2ാമത്തെ തടാകമാണിതെങ്കിലും അധികമാരും അറിഞ്ഞിട്ടില്ലാത്ത ഒരു തടാകവും കൂടിയാണിത്. പൂക്കോട് തടാകത്തിന്റെ അത്ര വരില്ലെങ്കിലും ഏകദേശം 7 ഏക്കർ സ്ഥലത്താണ് കർലാട് തടാകം നിലകൊള്ളുന്നത്. പൂക്കോട് തടാക പരിസരത്തേക്കാൾ വളരെ ശാന്തമാണ് കർലാട് തടാക പരിസരം. നാടൻ വഞ്ചികൾ തുഴയാൻ താല്പര്യമുണ്ടെങ്കിൽ പൂക്കോട് തടാകത്തേക്കാൾ സൗകര്യം കർലാട് തടാകത്തിലാണ്. വയനാട്ടിലെത്തുന്ന വിനോദസഞ്ചാരികൾക്ക് ഇനി കർലാടിലെ പുത്തൻ വിസ്മയങ്ങളും മാവുകളും ആസ്വദിക്കാം. ആരാലും ശ്രദ്ധിക്കപ്പെടാതെ കിടന്നിരുന്ന വയനാട്ടിലെ കർലാട് തടാകം ഇന്നാകെ മാറി. ഇപ്പോൾ കർലാട് തടാകത്തിന്റെ മാറിലൂടെ കയാക്കുകളിൽ ഉല്ലസിക്കാം. തടാകത്തിന് കുറുകെ ഉയരത്തിൽ സിപ്പ് ലൈനിലൂടെ പറക്കാം. ഒപ്പം രാത്രിയിൽ തടാകത്തിന്റെ മനോഹാരിത ആസ്വദിച്ച് പ്രകൃതിയോട് ചേർന്ന് ടെന്റുകളിൽ രാപ്പാർക്കാം. സാഹസിക വിനോദസഞ്ചാരത്തിന് പുതിയ വയനാടൻ മാതൃക തീർക്കുകയാണ് കർലാട് തടാകവും പരിസരവും. ആസ്വദിക്കുവാൻ ഏറെയുണ്ട് കർലാടിൽ. അറിയാം കർലാടിനെ, ഒപ്പം അവിടുത്തെ വിശേഷങ്ങളും.
വയനാട്ടിലെത്തുന്ന വിനോദസഞ്ചാരികൾക്ക് രാത്രിയിൽ താമസിച്ചുകൊണ്ട് ആസ്വദിക്കാൻ പറ്റിയ സ്ഥലമില്ലെന്നത് പ്രധാന പോരായ്മയായിരുന്നു. എടക്കൽ ഗുഹയിൽ വൈകിട്ട് 4 വരെയാണ് പ്രവേശനം. കൂടാതെ തിങ്കളാഴ്ച അവധിയുമാണ്. കുറുവ ദ്വീപിലും വൈകിട്ട് വരെയായി പ്രവേശനം നിജപ്പെടുത്തിയിട്ടുണ്ട്. മീൻമുട്ടി, സൂചിപ്പാറ, പൂക്കോട് എന്നിവിടങ്ങളിലും നിശ്ചിത സമയം കഴിഞ്ഞാൽ പ്രവേശനമില്ല. ഒപ്പം വെള്ളച്ചാട്ടങ്ങൾ പലപ്പോഴായി അടച്ചിടുന്നതും സഞ്ചാരികളെ നിരാശരാക്കുന്നു. വേനൽ കനക്കുന്നതോടെ മുത്തങ്ങയിലും കാര്യമായി സഞ്ചാരികളെ ആകർഷിക്കാനാകുന്നില്ല. ഇതെല്ലാം മുന്നിൽ കണ്ടാണ് സാഹസിക സഞ്ചാരത്തിന്റെ പുത്തൻ മാതൃകയുമായി കർലാട് അഡ്വഞ്ചർ ക്യാമ്പ് ആരംഭിക്കുന്നത്. അടുത്ത കാലത്തുവരെ കൽപ്പറ്റ പടിഞ്ഞാറത്തറയ്ക്ക് സമീപമുള്ള കർലാട് തടാകം വയനാടിന്റെ ടൂറിസം ഭൂപടത്തിൽ ഇടം പിടിച്ചിരുന്നില്ല. അവഗണനയുടെ വക്കിലായിരുന്ന ഈ തടാകത്തിന് ജില്ലാ ഭരണകൂടത്തിന്റെയും DTPCയുടെയും ഇടപെടലാണ് പുനർജന്മം നൽകിയത്. കാട് പിടിച്ചു കിടന്നിരുന്ന കർലാട് തടാകത്തിന്റെ പരിസരം മോടി പിടിപ്പിച്ചു. ഹാളും കെട്ടിടവും മോടി പിടിപ്പിച്ചു. ടെന്റുകളും കോട്ടേജുകളും സ്ഥാപിച്ചു. വിനോദസഞ്ചാരികളെ ആകർഷിക്കാനായി സിപ്ലൈൻ റൈഡ്, കയാക്കിംഗ് ബോട്ടിംഗ്, പെഡൽ ബോട്ടിംഗ്, തുഴ ബോട്ട്, റോ ക്ലൈംബിംഗ് തുടങ്ങിയവ ആരംഭിച്ചു. DTPCയുമായി ചേർന്ന് ഡൽഹിയിലുള്ള ടെക്സോൾ എനർജി കമ്പനിയാണ് ഇവിടുത്തെ നവീകരണ പ്രവൃത്തികൾ ഏറ്റെടുത്തിരിക്കുന്നത്. ടിക്കറ്റ് നിരക്കിന്റെ നിശ്ചിത ശതമാനം ഈ എഞ്ചിനീയേഴ്സ് പ്രൊക്യൂർഡ് കൺസൾട്ടൻസിക്കായിരിക്കും. കോഴിക്കോട് മാനന്തവാടി റോഡിൽ പടിഞ്ഞാറത്തറയ്ക്ക് സമീപമാണ് സമുദ്രനിരപ്പിൽ നിന്നും 1200 മീറ്റർ ഉയരത്തിലുള്ള കർലാട് വയനാട് അഡ്വഞ്ചർ ക്യാമ്പ് സ്ഥിതി ചെയ്യുന്നത്. കർലാടിനെ ചുറ്റിപ്പറ്റിയാണ് സാഹസിക വിനോദസഞ്ചാര പദ്ധതി ആവിഷ്കരിക്കുന്നത്. ക്യാമ്പിലെത്തുന്ന ടീമുകൾക്കായി പ്രത്യേക പാക്കേജുകളും ലഭ്യമാക്കും. കോളേജ് ടീം, ഓഫീസ് സംഘം തുടങ്ങിയ ടീമുകൾക്കും പ്രത്യേക കിഴിവ് ലഭിക്കും. വർഷത്തിൽ 360 ദിവസവും തുറന്നു പ്രവർത്തിക്കുന്ന തരത്തിലാണ് കർലാട് അഡ്വഞ്ചർ ക്യാമ്പ് സജ്ജീകരിച്ചിരിക്കുന്നത്. ഹർത്താൽ പോലുള്ള പെട്ടെന്നുള്ള പ്രശ്നങ്ങൾ മാറ്റി നിർത്തിയാൽ വിശേഷ ദിവസങ്ങളിലും ഇവിടെ തുറന്നു പ്രവർത്തിക്കും. 2016 മാർച്ച് 7 കർലാട് അഡ്വഞ്ചർ ക്യാമ്പ് സഞ്ചാരികൾക്കായി തുറന്നുകൊടുത്തത്. രാത്രിയും തങ്ങാൻ കഴിയുന്ന വിധം വൈകാതെ ക്യാമ്പ് സജ്ജമാകും. 8 മണി മുതൽ വൈകുന്നേരം 5 മണി വരെയാണ് നിലവിൽ പ്രവേശനം. ഭക്ഷണ താമസ സൗകര്യം കൂടി സജ്ജമാകുന്നതോടെ ടീമുകളായി എത്തുന്നവർക്ക് കർലാടിൽ രാത്രിയും ആഘോഷമാക്കാം. മുതിർന്നവർക്ക് 30 രൂപയും കുട്ടികൾക്ക് 10 രൂപയുമാണ് പ്രവേശന ഫീസ്. വിദേശികൾക്ക് ഇത് യഥാക്രമം 60 രൂപയും 20 രൂപയുമായിരിക്കും. പ്രൊഫഷണൽ ക്യാമറയ്ക്ക് 100 രൂപയും പ്രൊഫഷണൽ വീഡിയോ ക്യാമറയ്ക്ക് 200 രൂപയുമാണ് ഫീസ്. കൂടാതെ ഓരോ ആക്ടിവിറ്റിക്കും പ്രത്യേക ടിക്കറ്റ് എടുക്കണം. ബാണാസുര സാഗർ ഡാം. കൽപ്പറ്റയിൽ നിന്ന് 23 കിലോമീറ്റർ അകലെ വടക്കു പടിഞ്ഞാറ് ദിശയിലാണ് ബാണാസുര സാഗർ ഡാം സ്ഥിതി ചെയ്യുന്നത്. അഥവാ കർലാട് തടാകത്തിന്റെ അടുത്തുനിന്ന് 7 കിലോമീറ്റർ അകലെ. ഏഷ്യ ഭൂഖണ്ഡത്തിലെ 2ാമത്തെ വലിയ എർത്ത് ഡാമും ഇന്ത്യയിലെ ഏറ്റവും വലിയ എർത്ത് ഡാമുമാണ് ബാണാസുര സാഗർ ഡാം. ബാണാസുര മലകൾക്കിടയിൽ ബാണാസുര തടാകത്തിലാണ് ഈ ഡാം നിർമ്മിച്ചിരിക്കുന്നത്. ആധുനിക കാലത്ത് നിർമ്മിക്കുന്നത് പോലെ കോൺക്രീറ്റ് കൊണ്ടല്ല ഈ ഡാം നിർമ്മിച്ചിരിക്കുന്നത്. മറിച്ച് വലിയ കരിങ്കല്ലുകൾ കൊണ്ടാണ് ഡാം നിർമ്മിച്ചിരിക്കുന്നത്.
ഏകദേശം 1 കിലോമീറ്ററോളം നീളമുണ്ട് ഈ ഡാമിന്. മഹാബലിയുടെ പുത്രനായ ബാണാസുരനിൽ നിന്നാണ് ഈ പ്രദേശത്തിന് ഇങ്ങനെയൊരു പേര് ലഭിച്ചതെന്ന് വിശ്വസിക്കപ്പെടുന്നു. ബോട്ട് യാത്ര ഉൾപ്പെടെയുള്ള ഒരുപാട് വിനോദങ്ങൾ നമുക്കിവിടെ ആസ്വദിക്കാവുന്നതാണ്. നല്ല കാലാവസ്ഥയാണെങ്കിൽ സംഭരണിക്കകത്തെ കൊച്ചു കൊച്ചു തുരുത്തുകളും നമുക്ക് കണ്ടാസ്വദിക്കാവുന്നതാണ്. കക്കയം ഹൈഡ്രോ ഇലക്ട്രിക് പവർ പ്രൊജക്റ്റിന് വേണ്ടിയാണ് ഈ ഡാമിൻ്റെ നിർമ്മാണം ആരംഭിച്ചത്. അതോടൊപ്പം ശുദ്ധജല വിതരണത്തിനു വേണ്ടിയും കാർഷിക ജലസേചനത്തിനു വേണ്ടിയും ഈ പദ്ധതി ലക്ഷ്യമിടുന്നു. സഞ്ചാരികൾ ഒരുപാട് എത്തിച്ചേരുന്ന ഈ പ്രദേശത്ത് അവർക്ക് വേണ്ടിയുള്ള സുന്ദരമായ ഉദ്യാനങ്ങളും കുട്ടികൾക്ക് വേണ്ടി പ്രത്യേകം കളിസ്ഥലങ്ങളും നിർമ്മിക്കപ്പെട്ടിട്ടുണ്ട്. ബാണാസുര മലയിൽ കയറി ചുറ്റുമുള്ള ഹരിതഭംഗി ആസ്വദിക്കുവാനും നമുക്ക് സാധിക്കുന്നതാണ്. കബനി നദിയുടെ പോഷക നദിയായ കരമനത്തോടിന് കുറുകെ സ്ഥിതി ചെയ്യുന്ന അണക്കെട്ടാണ് ബാണാസുര സാഗർ അണക്കെട്ട്. 1979 ഈ അണക്കെട്ട് നിർമ്മിച്ചത്. കക്കയം ജലവൈദ്യുത പദ്ധതിക്ക് ജലം എത്തിക്കുക എന്നതും വരണ്ട കാലാവസ്ഥയുള്ള ഈ പ്രദേശത്ത് ജലസേചനം, കുടിവെള്ളം എന്നിവ എത്തിക്കുക എന്നതുമാണ് ഈ പദ്ധതിയുടെ ലക്ഷ്യങ്ങൾ. കേരളത്തിലെ വയനാട് ജില്ലയിലെ കൽപ്പറ്റയിൽ നിന്ന് 21 കിലോമീറ്റർ അകലെ പടിഞ്ഞാറത്തറ എന്ന ഗ്രാമത്തിൽ പശ്ചിമഘട്ടത്തിലാണ് ഈ അണക്കെട്ട്. ഇന്ത്യയിലെ ഏറ്റവും വലിയ മണ്ണുകൊണ്ടുള്ള അണക്കെട്ടും ഏഷ്യയിലെ 2ാമത്തെ വലിയ അണക്കെട്ടുമാണിത്. ഇതിനടുത്തായി ഉള്ള മനോഹരമായ മലകളിലേക്ക് സാഹസിക മലകയറ്റം നടത്തുവാനുള്ള ഒരു ഉത്തമ തുടക്ക സ്ഥലമാണ് ഇവിടം. ഒരു വിനോദസഞ്ചാര ആകർഷണവുമാണ് ഇവിടം. അണക്കെട്ട് പദ്ധതി പ്രദേശത്തുള്ള സ്ഥലങ്ങളെ വെള്ളത്തിനടിയിൽ ആഴ്ത്തിയപ്പോൾ ഇവിടെ ഈ അണക്കെട്ട് പദ്ധതി പ്രദേശത്ത് ഏതാനും ദ്വീപുകൾ രൂപപ്പെട്ടു. ബാണാസുര സാഗർ മലകളുടെ താഴ്വരയിലുള്ള ഈ ദ്വീപുകൾ പ്രകൃതി രമണീയമാണ്. ഇന്ന് അണക്കെട്ട് പൂർത്തിയായെങ്കിലും ബാണാസുര സാഗർ പദ്ധതി പൂർത്തിയായിട്ടില്ല. കാരാപ്പുഴ ജലവൈദ്യുത പദ്ധതി പോലെ അപൂർണമായ അവസ്ഥയിലാണ് ഈ പദ്ധതി. പൂക്കോട് തടാകം. പ്രകൃതിയുടെ കൗതുക ഖനിയിലേക്ക് കടന്നാൽ ലക്കിടി എന്ന ചെറിയ അതിർത്തി പട്ടണം കഴിഞ്ഞാൽ നമ്മൾ എത്തിച്ചേരുന്നത് വൈത്തിരി എന്ന മറ്റൊരു ചെറുപട്ടണത്തിലേക്കാണ്. ലക്കിടിക്കും വൈത്തിരിക്കും ഇടയിൽ ഇടത്തോട്ട് 1 കിലോമീറ്ററോളം ചെന്നാൽ പൂക്കോട് തടാകം എത്തി. കിലോമീറ്ററുകളോളം പരന്നുകിടക്കുന്ന വലിയ തടാകങ്ങൾക്ക് വയനാടിന്റെ ഭൂപ്രകൃതി അനുയോജ്യമല്ലെങ്കിലും പ്രകൃതി സ്വയം ഒരുക്കിയ ഒരുപാട് കൊച്ചു തടാകങ്ങളുണ്ട് വയനാട്ടിൽ. അവയിലൊന്നാണ് പൂക്കോട് തടാകം.
ഒപ്പന പാടുന്ന തോഴികൾക്ക് മധ്യത്തിലെന്ന പോലെ മലകൾക്കും BTV, being with you, the community channel. കേരളത്തിലെ ഏറ്റവും ഉയരം കൂടിയ പർവ്വതം നമുക്കറിയാം ആനമുടിയാണെന്ന്. ഏറ്റവും ഉയരം കൂടിയ രണ്ടാമത്തെ പർവ്വതം എന്ന് പറയുന്നത് ഈ കാണുന്ന ചെമ്പ്ര പീക്ക്, ചെമ്പ്ര പർവ്വതനിരയാണ് ഈ കാണുന്നത്. വയനാട് ജില്ലയിലെ ഏറ്റവും പ്രസിദ്ധമായ ടൂറിസ്റ്റ് കേന്ദ്രമാണ് ഈ കാണുന്നത്. അതിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ സമുദ്രനിരപ്പിൽ നിന്ന് 2600 അടി ഉയരത്തിലാണ് ഈ ചെമ്പ്ര പീക്ക് സ്ഥിതി ചെയ്യുന്നത്. വളരെ വ്യത്യസ്തമായ കാലാവസ്ഥയാണ്. ട്രക്കിങ്ങിനൊക്കെ വേണ്ടിയിട്ട് ഒരുപാട് ആളുകൾ, ടൂറിസ്റ്റുകൾ ഇങ്ങോട്ട് വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അതിൻ്റെ തൊട്ട് താഴെ ആ ചെമ്പ്ര പീക്കിൻ്റെ താഴ്വാരത്ത് കാണുന്നതാണ് ലവ് ലേക്ക്, ഹൃദയ തടാകം എന്ന് പറയുന്ന സ്ഥലമാണ് നമ്മളിപ്പോൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇതിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ ഇത്രയും ഉയരം കൂടിയ ഒരു പർവ്വതത്തിൻ്റെ താഴ്വാരത്ത് ഒരു തടാകം ശരിക്കും പ്രകൃതിയുടെ ഒരു അത്ഭുതം തന്നെയാണ്. For more, subscribe our YouTube channel. Visit our website www.btv.in, like our Facebook page, BTV Malayalam.
ചെമ്പ്ര പീക്ക്. വൈത്തിരി ടൗണിൽ നിന്ന് യാത്ര തുടർന്നാൽ നമ്മൾ എത്തിച്ചേരുന്നത് ചുണ്ടേൽ എന്ന മറ്റൊരു ചെറുപട്ടണത്തിലേക്കാണ്. അവിടെ നിന്ന് കിഴക്കോട്ട് ഊട്ടി റോഡിലൂടെ സഞ്ചരിച്ചാൽ മേപ്പാടി എന്ന മറ്റൊരു കൊച്ചു പട്ടണത്തിൽ എത്തിച്ചേരുന്നു. മേപ്പാടിയിൽ നിന്ന് വളരെ അടുത്താണ് ചെമ്പ്ര പീക്ക് എന്ന പർവ്വത ശിഖരം. വയനാട്ടിൽ ഏറ്റവും ഉയരം കൂടിയ പർവ്വത ശിഖരമാണ് ചെമ്പ്ര പർവ്വത ശിഖരം. സമുദ്രനിരപ്പിൽ നിന്ന് ഏകദേശം 2100 മീറ്ററോളം ഉയരം വരും. ഏറെക്കുറെ ഒരു പൂർണ്ണ ദിവസം വേണ്ടിവരും ഇതിന്റെ ഉച്ചിയിൽ കയറി ഇറങ്ങാൻ. ഇതിന്റെ ഉച്ചിയിലെ താൽക്കാലിക ഷെഡുകളിൽ യാത്രക്കാർക്ക് 1-2 ദിവസം തങ്ങാവുന്നതാണ്. അതിനുള്ള എല്ലാ സൗകര്യങ്ങളും വയനാട് ടൂറിസം പ്രൊമോഷൻ കൗൺസിൽ ഒരുക്കി തരുന്നുണ്ട്. ചെമ്പ്ര പർവ്വതശിഖരത്തിന്റെ ഉച്ചിയിൽ നിന്ന് വയനാട് മുഴുവനായി നമുക്ക് കാണാവുന്നതാണ്. അങ്ങകലെ വെള്ളയുടുപ്പെടുത്ത് നൃത്തം ചവിട്ടുന്ന നീരുറവകളും കൊടും കാടിൻ മധ്യത്തിൽ ആരോ നീല നിറത്തിലുള്ള പരവതാനി വിരിച്ചതുപോലെ തോന്നിക്കുന്ന തടാകങ്ങളും നമുക്ക് കണ്ടാസ്വദിക്കാം. സൂക്ഷിച്ചു നോക്കിയാൽ കാടിനകത്തേക്ക് ഓടി ഒളിക്കുന്ന കാട്ടുമൃഗങ്ങളെയും നമുക്ക് കാണാം.
അമ്പലവയൽ ഹെറിറ്റേജ് മ്യൂസിയം. വയനാട് ജില്ലയിലെ ചരിത്രപ്രസിദ്ധ പ്രദേശമായ സുൽത്താൻ ബത്തേരിയിൽ നിന്ന് 10 കിലോമീറ്റർ അകലെയാണ് അമ്പലവയൽ ഹെറിറ്റേജ് മ്യൂസിയം എന്ന പൗരാണിക ശേഷിപ്പുകളുടെ സൂക്ഷിപ്പ് കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത്. ക്രിസ്തുവിന് ശേഷം 2-ാം നൂറ്റാണ്ട് കാലത്തെ പൈതൃക വസ്തുക്കളെന്ന് കരുതപ്പെടുന്നവയെ ഇവിടെ സൂക്ഷിക്കപ്പെടുന്നു. ഈ മ്യൂസിയം 4 ബ്ലോക്കുകളിലായി വിഭജിക്കപ്പെട്ടിട്ടുണ്ട്. ഗോത്രസ്മൃതി, ദേവസ്മൃതി, ജീവനസ്മൃതി, വീരസ്മൃതി എന്നീ പേരുകളിലാണ് 4 ബ്ലോക്കുകൾ. ബ്ലോക്കുകളുടെ പേരുകളിൽ നിന്ന് ധ്വനിക്കുന്ന പൈതൃകങ്ങൾ തന്നെയാണ് ഓരോ ബ്ലോക്കുകളിലും സൂക്ഷിക്കപ്പെട്ടിരിക്കുന്നത്. പുരാവസ്തു ഗവേഷകരിൽ മാത്രമല്ല, സാധാരണക്കാരിൽ പോലും കൗതുകം ജനിപ്പിക്കുന്നതാണ് ഇവിടെ സൂക്ഷിച്ചിരിക്കുന്ന ശേഷിപ്പുകൾ. പ്രാചീന കാലത്ത് മൃഗങ്ങളെ വേട്ടയാടാൻ ഉപയോഗിച്ചിരുന്ന അമ്പ്, വില്ല്, ശിലായുധങ്ങൾ എന്നിവയ്ക്ക് പുറമെ കളിമൺ പ്രതിമകൾ, വ്യത്യസ്ത ഗോത്രങ്ങളുടെ കളിമൺ പാത്രങ്ങൾ, ശിലകളിൽ കടഞ്ഞെടുത്ത കരകൗശല വസ്തുക്കൾ തുടങ്ങി പല കൗതുകങ്ങളും നമുക്കിവിടെ ദർശിക്കാവുന്നതാണ്. സഞ്ചാരികളെ കൈമാടി വിളിക്കുന്നു മലയാളിയുടെ ഏറ്റവും നല്ല ഈ മ്യൂസിയം. മലബാറിലെ വ്യത്യസ്ത ഗോത്രവർഗങ്ങളുടെ പ്രാചീന ജീവിത രീതി ഈ മ്യൂസിയത്തിലെ പൈതൃക ശേഷിപ്പുകൾ നമുക്ക് വിവരിച്ചു തരുന്നു. പ്രകൃതിയുടെ സാമർഥ്യം തങ്ങളുടെ നിത്യോപയോഗ വസ്തുക്കളിൽ കടമെടുത്ത ഗോത്രവർഗത്തിന്റെ ചരിത്രം വിവരിക്കുന്ന ഈ മ്യൂസിയത്തിൽ രാവിലെ 9 മണിക്കും വൈകുന്നേരം 6 മണിക്കും ഇടയിൽ നമുക്ക് പ്രവേശിക്കാവുന്നതാണ്.
റീജിയണൽ അഗ്രികൾച്ചറൽ റിസർച്ച് സ്റ്റേഷൻ. അമ്പലവയലിൽ തന്നെ സ്ഥിതി ചെയ്യുന്ന മറ്റൊരു കൗതുക ഖനിയാണ് റീജിയണൽ അഗ്രികൾച്ചറൽ റിസർച്ച് സ്റ്റേഷൻ അഥവാ റാസ്. വയനാട് ജില്ലയിൽ സ്ഥിതി ചെയ്യുന്ന ഏറ്റവും വലിയ സർക്കാർ സ്ഥാപനമാണ് റാസ്. കേരള കാർഷിക സർവകലാശാലയുടെ ഒരു ശാഖയുമാണ് റാസ്. മേഖലയിലെ കാർഷികോൽപാദനത്തിന് ആവശ്യമായ സഹായ സഹകരണങ്ങൾ ഒരുക്കുക എന്നതാണ് റാസിന്റെ പ്രധാന ലക്ഷ്യങ്ങളിൽ ഒന്ന്. കുരുമുളക്, കാപ്പി തുടങ്ങിയ സുഗന്ധവ്യഞ്ജനങ്ങൾ, ഉഷ്ണമേഖലാ ഫലങ്ങൾ, മിതോഷ്ണമേഖലാ ഫലങ്ങൾ, പച്ചക്കറികൾ, നെല്ലുകൾ എന്നിവയ്ക്ക് ആവശ്യമായ ഗവേഷണങ്ങൾ ഇവിടെ നടത്തിവരുന്നു. കാർഷിക വിളകളിൽ കൗതുകമുള്ളവർക്ക് റാസിൽ പ്രവേശനം അനുവദിക്കുന്നുണ്ട്. അപൂർവ ഇനം റോസാപ്പൂക്കളുടെയും അലങ്കാര സസ്യങ്ങളുടെയും ഒരു വലിയ ശേഖരം തന്നെ നമുക്കിവിടെ കാണാം. മനസ്സിൽ നിന്ന് ഒരിക്കലും മറഞ്ഞു പോകാത്ത വർണ്ണങ്ങൾ നമ്മെ ആനന്ദം കൊള്ളിക്കുന്നു. കർഷകർക്ക് ആവശ്യമായ വിവിധ ഇനം വിത്തുകളും നല്ല ഇനം തൈകളും റാസ് ഉൽപ്പാദിപ്പിക്കുന്നുണ്ട്. അവ നമുക്കും ആവശ്യമെങ്കിൽ ശേഖരിക്കാവുന്നതാണ്. കാർഷിക മേഖലയിലെ പുത്തൻ രീതികളെക്കുറിച്ചും മറ്റും റാസ് കർഷകരെ ബോധവാന്മാരാക്കുന്നുണ്ട്. ഈയൊരു ലക്ഷ്യത്തോടെയാണ് റാസിലെ കൃഷി വിജ്ഞാന കേന്ദ്രം പ്രവർത്തിക്കുന്നത്. കാർഷിക മേഖലയിൽ ഉപയോഗിക്കുന്ന അത്യാധുനിക യന്ത്രങ്ങളിൽ ചിലത് നമുക്ക് റാസിൽ കാണാവുന്നതാണ്.